ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137 നമ്പർ ബൂത്തിൽ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി വോട്ട് ചെയ്തു. തൃശൂരിൽ തന്റെ ആദ്യത്തെ വോട്ടാണെന്നും ഗുരുവായൂരപ്പനോട് നന്ദിയുണ്ടെന്നും സുരേഷ് ഗോപി. ഗുരുവായൂരപ്പന്റെ മണ്ണിൽ എന്റെ ആദ്യത്തെ വോട്ട് വളരെ ഭക്തി ആദരപൂർവ്വം ചാർത്തി. ഞാൻ പാർലമെന്റിലും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചാണ് നടന്നു വന്നത്. അവസാനം പാർലമെന്റിൽ മുഴങ്ങിക്കേട്ടത് ആ നാമമാണ്. അപ്പോൾ അത് അവിടെ മുതൽ ഒരു നിമിത്തവും ഒരു ദൗത്യവുമായി തോന്നി. ഇത്തവണ ഗുരുവായൂർ വോട്ട് ചെയ്യാൻ സാധിച്ചു. ഗുരുവായൂരപ്പന് നന്ദി. ജനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും മാറി വരുന്ന ചിന്താഗതി. ഈ കാലഘട്ടം 12 വർഷത്തെ ഞങ്ങളുടെ ഒരു ഭരണ മികവ് ദേശവ്യാപകമായി, അതും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ആവൂ, അങ്ങനെ ആകൂ. അതെ അതെ. അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൃശ്ശൂർ വലിയ മുന്നേറ്റം നടക്കുമോ? ഏതാ ഈ മുന്നേറ്റം? എങ്ങനെയാ മുന്നേറ്റം നടക്കുന്നത്? 2009 മുതൽ തിരുവനന്തപുരത്ത് ഭയങ്കര മുന്നേറ്റമല്ലേ? ആ മുന്നേറ്റം പിന്നെ നമ്മൾ വേറെ എവിടെയാണ് കണ്ടത്? കോർപ്പറേഷൻ ഇന്ന് വരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ആരോടായി കണക്ക് പറയുന്നത്? അതൊക്കെ ചുമ്മാ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കണക്ക്, അത്രയേ ഉള്ളൂ. അതൊന്നുമില്ല. ജനങ്ങൾക്ക് വ്യക്തികളിൽ കാലത്തിന് അനുസൃതമായ സമീപനത്തിലൂടെ അവരുടെ മാറ്റങ്ങൾ അവരുടെ വോട്ടിൽ രജിസ്റ്റർ ചെയ്യും. ഞാൻ 2 പ്രാവശ്യം നിന്ന് തോറ്റിട്ടല്ല. ഇത്തവണത്തെ ജനവിധി എങ്ങനെയാവുന്ന പ്രതീക്ഷിക്കുന്നത്? സർപ്രൈസസ് ഉണ്ടാവും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് എത്ര കിട്ടും, കോൺഗ്രസിന് എത്ര കിട്ടും? നിങ്ങൾ വലിയ എല്ലാ രാഷ്ട്രീയത്തെയും അനലൈസ് ചെയ്യുന്നവരില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമുണ്ടോ? എനിക്കറിയത്തില്ല. നമ്മൾ അങ്ങനെ അല്ല വിലയിരുത്തേണ്ടത്. ഓരോ മണ്ഡലത്തിനും ചില നിശ്ചയങ്ങളുണ്ടാവും. തൃശ്ശൂർ പാർലമെന്റിൽ താമര വിരിഞ്ഞത്, നിയമസഭയിൽ എത്ര താമര വിരിയുന്നതാണ്? അതെ, അതാ ഞാൻ പറഞ്ഞത്. 9 മുതൽ അവിടെ വിരിയുന്നുണ്ട്, താമരയല്ല. ഇതുവരെ കോർപ്പറേഷനിൽ വിരിഞ്ഞ എത്ര വർഷമായിട്ട് വിരിയുന്നില്ല കോർപ്പറേഷനിൽ? ഞങ്ങൾ പോലും വിരിഞ്ഞില്ലേ? അത്രയേ ഉള്ളൂ. അതൊക്കെ ജനങ്ങളുടെ നിശ്ചയമാണ്. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. പിന്നെ ജയിച്ചു കഴിയുമ്പോൾ അതിന് അന്യായമായ ന്യായം പറഞ്ഞ് വരരുത്. അത് അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അവരെ അവഹേളിക്കുക മാത്രമാണ്. നിങ്ങളായാലും തോറ്റു വീണവരായാലും അങ്ങനെ അപഹസിക്കരുത്. കേരളത്തിലെ BJP ഒരു ഡിസൈഡിംഗ് ഫാക്ടർ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ? ഉറപ്പായിട്ടുമായിരിക്കും. ഞാൻ ആദ്യം മുതലേ പറയുന്നതല്ലേ. ഡിസൈഡിംഗ് ഫാക്ടർ ആകുക മാത്രമല്ല, ഇന്ന് ജനങ്ങൾ നിശ്ചയിച്ചാൽ അവർക്ക് കഴിഞ്ഞ ഒരു 5 വർഷമെങ്കിലും ഏറ്റ ദ്രോഹം അത് ചോദ്യം ചെയ്യാൻ ആളുണ്ടാവും എന്ന് ഞാൻ പ്രചരണത്തിലും പറഞ്ഞിട്ടുള്ളൂ. നമ്മളത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഫലമുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളം ടെലിവിഷൻ, തൃശൂർ. ഇറ്റ്സ് ഡയമണ്ട് ടൈം നൗ. സഫ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. സഫയുടെ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്ന ബഡ്ജറ്റിലൊതുങ്ങിയ ഡിഫറന്റ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻ. ഡയമണ്ട് ക്യാരറ്റ് വാല്യൂവിലും നേടൂ 10,000 രൂപയുടെ ഡിസ്കൗണ്ട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റുമ്പോൾ ഗ്രാമിന് 200 രൂപ അധികം നൽകുന്നു. ഓരോ ഡയമണ്ട് ക്യാഷ് പർച്ചേസിനും ലഭിക്കുന്നു സൗജന്യ സ്വർണ്ണ നാണയം. നിങ്ങളുടെ അടുത്തുള്ള സഫ ഷോറൂമുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇന്നു തന്നെ സന്ദർശിക്കൂ. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്.